നമ്മളിന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ മുളപ്പിച്ച് വെച്ചേക്കണത് ചെറിയ പോട്ടിലോട്ട് നട്ട് വെക്കാൻ പോകുന്നതാണ്. അതിന് ശേഷം അത് നല്ലോണം വളർന്നതിന് ശേഷം വേറെ വലിയ ചട്ടിയിലോട്ട് മാറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലി മുളപ്പിച്ചിട്ടുണ്ട്, വഴുതന മുളപ്പിച്ചിട്ടുണ്ട്, കാന്താരി മുളകുണ്ട്, പച്ചമുളകിൻ്റെ തൈ വേറെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ചെറിയ ചെറിയ ചട്ടിയിലോട്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് ചട്ടിയിൽ നിറക്കാനുള്ള മണ്ണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചകിരിച്ചോറുണ്ട്, ചാണകപ്പൊടി ഉണ്ട്, എല്ലുപൊടി ഉണ്ട്, വേപ്പും മണ്ണൊക്കെ ഉണ്ട്, കുറച്ച് ശീമക്കൊന്നട ഇലയും നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ചട്ടിയിലാണ് നമ്മൾ നടാൻ പോകുന്നത് കേട്ടോ. നിറയെ ഓട്ടയുണ്ട്. ഞാൻ അതിൽ കുറച്ച് പോട്ടി മിക്സ് കയറ്റണം. നിറച്ചു ആദ്യം നമ്മൾ വഴുതനയുടെ തൈയാണ് എടുക്കുന്നത് കേട്ടോ. അത് പേരൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്, പൊട്ടിപ്പോവാണ്ട് അടക്കണ്ട. വെച്ചു അതിൻ്റെ ചുറ്റും കുറച്ച് മണ്ണിട്ട് വെക്കണം. ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് നട്ടെടുക്കാം കേട്ടോ. കൈ വയ്യാത്തോണ്ടേ കൈ കൊണ്ടൊന്നും വാരിടാൻ വയ്യ. ഇളക്കി ഇങ്ങനെ വെച്ചാൽ ഒരെണ്ണത്തിൽ 2 തൈയൊക്കെ മുളച്ചിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് ഓരോ ചട്ടിയിലോട്ട് മാറ്റി നടാം കേട്ടോ. നമുക്ക് ഒരെണ്ണത്തിൽ ഇത് നടാം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരുവിധം വേരൊക്കെ പിടിച്ച് വളർന്നു കഴിയുമ്പോൾ വലിയ ചട്ടിയിലോട്ട് മാറ്റി നടാം. പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. ആവശ്യത്തിന് വെള്ളവും വളമൊക്കെ ഇട്ട് കൊടുക്കുക. വളരുമ്പോൾ പിന്നീട് കാണിക്കാം കേട്ടോ. ഇത് പച്ച നീളം വഴുതനങ്ങയാണ്. പച്ച കളറിലെ വഴുതനങ്ങയില്ലേ, സാമ്പാറിലൊക്കെ ഇടുന്ന അവിയലിലൊക്കെ ഇട മെഴുക്കുവരട്ടി ഉണ്ടാക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഒരു കൊലയിൽ ധാരാളം ഉണ്ടാവും. ഒരു വഴുതനച്ചെടി പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചധികം നാൾ ഉണ്ടാവും അതുമത്. പിന്നെ കായ്ഫലം കുറയുമ്പോൾ അതിനെ പ്രൂൺ ചെയ്തിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ പിന്നെയും പുതിയ ശിഖരങ്ങൾ വരും. ധാരാളം വഴുതനങ്ങ ഉണ്ടായി കിട്ടും. ഒരു വീട്ടിലേക്ക് ഒരു 3-4 ചട്ടി വഴുതന തൈ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം ആവശ്യത്തിനുള്ള വഴുതനങ്ങ കിട്ടും. ചിലരൊക്കെ ഉണ്ടല്ലോ ഈ പ്രായമാകുമ്പോൾ തന്നെ ശരിക്കും സ്ഥിരമായിട്ട് നിൽക്കേണ്ട ഒരു സ്ഥലം ഉണ്ടല്ലോ. ഒരു പാത്രത്തിലോ ഒരു ചാക്കിലോ ഒരു ഗ്രോ ബാഗിലോ ചട്ടിയിലൊക്കെ ആയിട്ട് നടും. അപ്പോൾ ഞാൻ ഒരു വലിയ ഗ്രോ ബാഗാണ്, അതൊന്നും സെറ്റപ്പ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇതിനകത്തൊക്കെ ആക്കി വെക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ചട്ടിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് പകർത്തി സ്ഥിരമായിട്ട് നടാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം.
നട്ട് നമ്മളെല്ലാം ചെറിയ ചട്ടികളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി എല്ലാത്തിനും ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇവരൊക്കെ ഇവിടെ വന്നിട്ടൊന്ന് വളരട്ടെ. കുറച്ചും കൂടെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ഗ്രോ ബാഗോ ചട്ടിയോ വലിയ ചട്ടിയൊക്കെ വാങ്ങിയിട്ട് സ്ഥിരമായിട്ട് അതിനകത്ത് നിന്ന് വളരട്ടെ പോലെ വെയിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാം.